നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. LDF സർക്കാരിന്റെ മദ്യനയം. ജില്ലയിൽ നാളെ 3 ബാറുകൾ തുറക്കും. പ്രവർത്തനം ആരംഭിക്കുന്നത് മാനന്തവാടി ബ്രഹ്മഗിരിയും കൽപ്പറ്റ ഹരിതഗിരിയും വൈത്തിരി വില്ലേജ് റിസോർട്ടിലെ 5 സ്റ്റാറും. വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും തടം കെട്ടി പുൽപ്പള്ളി കടമാൻതോട് പദ്ധതി. ജനങ്ങളെ ആശങ്കയിലാക്കുന്ന നടപടിയിൽ നിന്നും ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളും പിന്മാറണമെന്ന് ആവശ്യം. കടമാൻതോട് പദ്ധതി കോൺഗ്രസിന് മേൽ പഴിചാരുന്നത് CPM-നുണ്ടായ ജാള്യത മറയ്ക്കാനാണെന്ന് കോൺഗ്രസ് നേതാവ് KL പൗലോസ്. പഴകിയ മാമ്പഴം വിൽപ്പന നടത്തിയ വാഹനവും മാമ്പഴവും ആരോഗ്യവകുപ്പ് അധികൃതർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സംഭവം അമ്പലവയലിൽ ഇന്ന് ഉച്ചയോടെ. കബനി വഴി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് വ്യാപകം. അതിർത്തി കേന്ദ്രീകരിച്ച് കള്ളവാറ്റ് സംഘങ്ങളും ശക്തം. പുൽപ്പള്ളി കേന്ദ്രീകരിച്ച് എക്സൈസ് റേഞ്ച് ഓഫീസ് ആരംഭിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ഒരേ പരിശോധനയ്ക്ക് ലാബുകളിൽ നിന്നും ലഭിച്ചത് വ്യത്യസ്ത റിസൾട്ടുകൾ. പരിശോധനയ്ക്ക് എത്തുന്ന രോഗികൾ ആശങ്കയിൽ. ആരോഗ്യവകുപ്പ് അധികൃതർ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സഞ്ചാരികൾക്ക് 3 വർഷം മുമ്പ് വനംവകുപ്പ് വിലക്കേർപ്പെടുത്തിയ സൺറൈസ് വാലി തുറക്കണമെന്ന ആവശ്യം ശക്തം. ജില്ലയ്ക്ക് വികസന കുതിപ്പേക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രം അടച്ചിടുന്നതിനെതിരെ പ്രതിഷേധവും ഉയരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. LDF സർക്കാരിന്റെ മദ്യനയം. ജില്ലയിൽ നാളെ മുതൽ 3 ബാറുകൾ പ്രവർത്തിക്കും. മാനന്തവാടി ബ്രഹ്മഗിരിയും കൽപ്പറ്റ ഹരിതഗിരിയും വൈത്തിരി വില്ലേജ് റിസോർട്ടിലെ 5 സ്റ്റാർ ബാറുമാണ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുക. UDF സർക്കാരിന്റെ മദ്യനയത്തെ തുടർന്ന് ജില്ലയിലെ മുഴുവൻ ബാറുകളും അടഞ്ഞിരുന്നു. ബിയർ, വൈൻ പാർലറുകൾക്ക് അനുമതി നൽകിയതോടെ മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി, മീനങ്ങാടി, പുൽപ്പള്ളി എന്നിവിടങ്ങളിൽ ബാറുകൾ തുറന്നിരുന്നു. മദ്യം ആവശ്യമുള്ളവർക്ക് ബീവറേജസ് ഷോപ്പുകളെ ആശ്രയിക്കാതെ തരമില്ലായിരുന്നു. ജില്ലയിൽ 11 ഷോപ്പുകൾ ഉണ്ടായിരുന്നത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് 4 ചുരുങ്ങി. ജില്ലയിലെ 5 സ്റ്റാർ പദവിയിലുള്ള വൈത്തിരി വില്ലേജിലെ ബാറും 4 സ്റ്റാർ പദവിയുള്ള 2 ബാറുകളുമാണ് നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കുക. ബത്തേരിയിലും മീനങ്ങാടിയിലും ബാറുകൾ ഒന്നും തന്നെ തുറക്കില്ല. ദേശീയപാതയോരമായതുകൊണ്ട് ലൈസൻസ് കിട്ടില്ല എന്നുള്ളതാണ് കാരണം. മാനന്തവാടിയിലും കൽപ്പറ്റയിലും കൂടുതൽ ബാറുകൾ ഉടൻ തുറക്കും. ബാറുകളുടെ പ്രവർത്തന സമയത്തിലും മാറ്റം വന്നിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ഇനി ബാറുകൾ പ്രവർത്തിക്കുക. വയനാട് ന്യൂസ്, മാനന്തവാടി. കടമാൻതോട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രചാരണങ്ങളെക്കുറിച്ചുള്ള നിജസ്ഥിതി വെളിപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ തയ്യാറാകണമെന്ന് ആവശ്യമായിരുന്നു. ജനങ്ങളെ ആശങ്കയിലാക്കുന്ന നടപടിയിൽ നിന്നും ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളും പിന്മാറണമെന്നുമാണ് ആവശ്യം. കടമാൻതോട് പദ്ധതി നടപ്പാക്കുന്നതിന് യാതൊരു നടപടിക്രമങ്ങളും ആരംഭിക്കാത്ത സ്ഥിതിക്ക് ഇപ്പോൾ നടക്കുന്ന പ്രചരണത്തെക്കുറിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിന് പകരം കടമാൻ പദ്ധതി പ്രദേശത്തെ ജനങ്ങളെ ആശങ്കയിലാക്കുന്നതിനും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളാണ് രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് കർഷകരുടെ പരാതി. മുൻ UDF സർക്കാരിന്റെ കാലത്ത് ജലസേചന മന്ത്രിയായിരുന്ന PJ ജോസഫിന്റെ നേതൃത്വത്തിൽ കടമാൻതോട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ബത്തേരി ഗസ്റ്റ് ഹൌസിൽ ചർച്ച നടന്നിരുന്നുവെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പദ്ധതി സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് യാതൊരു തുടർ നടപടികളും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പദ്ധതിയുടെ പേരിൽ കർഷകരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പുൽപ്പള്ളി പഞ്ചായത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പറയുമ്പോൾ മുള്ളംകൊല്ലി പഞ്ചായത്തിലെത്തുമ്പോൾ കടമാൻതോട് പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന വ്യത്യസ്ത നിലപാടുകളാണ് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതുമൂലം പ്രശ്നം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിലപാടുകളായാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കർഷകരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്ത പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നിൽക്കുന്ന പ്രചാരണങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. പദ്ധതിയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള രാഷ്ട്രീയ കക്ഷി ജനപ്രതിനിധികളുടെയും ശ്രമം അവസാനിപ്പിച്ച ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള നടപടികളാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. മുള്ളംകൊല്ലി, പുൽപ്പള്ളി പഞ്ചായത്തുകളെ സംബന്ധിച്ച് കടമാൻതോട് പദ്ധതി വേണമോ വേണ്ടയോ എന്ന് ഗവൺമെൻറ് തീരുമാനിക്കാത്തിടത്തോളം സാഹചര്യത്തിൽ ഇനി ഒരു പ്രക്ഷോഭവുമായി അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ചേരിതിരിവുണ്ടാക്കി ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പരിപാടി കോൺഗ്രസും ഭരണാധികാരികളും അവസാനിപ്പിക്കണം. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കടമാൻതോട് പദ്ധതിയുടെ പേരിൽ CPM-നുണ്ടായ ജാള്യത മറയ്ക്കാനാണ് കോൺഗ്രസിന്റെ മേൽ പഴിചാരുന്നതെന്ന് കോൺഗ്രസ് നേതാവ് KL പൗലോസ്. പതിറ്റാണ്ടുകളായി ചർച്ചയാവുന്ന കടമാൻതോട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന വിവാദങ്ങൾക്ക് നേതൃത്വം നൽകിയത് CPM-കാരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായ KN സുബ്രഹ്മണ്യനും MR ജനകൻ മാസ്റ്ററുമാണെന്നും KL പൗലോസ് ആരോപിച്ചു. ഭരണകക്ഷിക്കാരായവരാണ് മറ്റു പാർട്ടിക്കാരെയും ജനപ്രതിനിധികളെയും ജനകീയ കൺവെൻഷനുകളിലേക്ക് ക്ഷണിച്ചത്. സംഘാടക സമിതി ചെയർമാൻ KN സുബ്രഹ്മണ്യൻ ആയിരുന്നു. ഇദ്ദേഹത്തെ CPM-ൽ വെട്ടിനിർത്താൻ പരിപാടിയിട്ടിരുന്നവർ ഇതൊരവസരമാക്കി. കൺവെൻഷൻ എടുത്തപ്പോൾ ചെയർമാൻ സ്ഥാനമൊഴിയാനും കൺവെൻഷനിൽ നിന്ന് വിട്ടുനിൽക്കാനും കർശനമായ നിർദ്ദേശം CPM നൽകി എന്നും അദ്ദേഹം ആരോപിച്ചു.
കൺവെൻഷൻ നടക്കാതിരിക്കാൻ എല്ലാ തന്ത്രങ്ങളും CPM നടത്തി. അങ്ങനെ കൺവെൻഷന്റെ തലേദിവസം സുബ്രഹ്മണ്യനെ മുക്കി. തുടർന്ന് കടമാന്തോട് പ്രശ്നം ഒരു വിവാദമാക്കിയ ശേഷം ഇപ്പോൾ ജാള്യത മറയ്ക്കാൻ കോൺഗ്രസിനെ പഴിചാരുന്ന വില കുറഞ്ഞ തന്ത്രം CPM ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കടമാന്തോട് പദ്ധതിയുടെ പേരിൽ നിലവിലുണ്ടായ വിവാദങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് അവർ കോൺഗ്രസിൻ്റെ പേരിൽ പഴിചാരുന്നത്. സുബ്രഹ്മണ്യനെ അവരുടെ പാർട്ടിയിൽ വെട്ടിനിരത്താനുള്ള അജണ്ടയുടെ ഭാഗമായി ആ ജനകീയ കൺവെൻഷൻ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അണിയറ നീക്കങ്ങളും CPM നടത്തി. കൺവെൻഷൻ്റെ തലേ ദിവസം സുബ്രഹ്മണ്യനോട് ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്ന് അന്ത്യശാസനം നൽകി. കടമാന്തോട്ടിൽ വൻകിട പദ്ധതി അനുവദിക്കില്ലെന്ന് തന്നെയാണ് വർഷങ്ങളായി കോൺഗ്രസ് എടുത്തിട്ടുള്ള അഭിപ്രായം. നൂറുകണക്കിന് കുടുംബങ്ങളെ കുടിയിറക്കിയും പുൽപ്പള്ളി മേഖലയെ വെള്ളത്തിൽ മുക്കിയുമുള്ള പദ്ധതിക്ക് പകരം ചെറുകിട പദ്ധതി മാത്രമേ പാടുള്ളൂവെന്ന് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള എല്ലാ ചർച്ചാവേദികളിലും കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ CPM നേതാവും മുൻ MLAയുമായ കൃഷ്ണപ്രസാദ് ആഴ്ചകളോളം വീടുകൾ കയറിയിറങ്ങി കടമാന്തോട് പദ്ധതിക്കായി പ്രചാരണം നടത്തിയത് ഇപ്പോൾ CPM വിഴുങ്ങുകയാണ്. CPM സ്വന്തം പാർട്ടിയിലെ ചേരിപ്പോര് മറക്കാൻ നടത്തുന്ന വില കുറഞ്ഞ പ്രചാരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് KL പൗലോസ് അഭ്യർത്ഥിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ എത്തിച്ച് വിൽപ്പന നടത്തിയ പഴകിയ മാങ്ങ ആരോഗ്യവകുപ്പ് അധികൃതർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. വിൽപ്പന നടത്തിയവർക്കെതിരെ അമ്പലവയൽ പോലീസ് കേസെടുത്തു. സംഭവം ഇന്ന് ഉച്ചയോടെ അമ്പലവയലിൽ. അമ്പലവയൽ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ചീഞ്ഞളിഞ്ഞതും പുഴുവരിച്ചതുമായ മാങ്ങ ബത്തേരി സ്വദേശി വിൽപ്പനയ്ക്ക് വെച്ചത്. രാവിലെ മുതൽ മാങ്ങ വിൽപ്പന നടന്നിരുന്നു. ഉച്ചയോടെ മാങ്ങ വാങ്ങിയ ആളുകളുടെ പരാതിയെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തിയത്. തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ചീഞ്ഞളിഞ്ഞ മാങ്ങകൾ കണ്ടെത്തി. ഇതോടെ ആരോഗ്യവകുപ്പ് അധികൃതർ മാങ്ങയും വാഹനവും അമ്പലവയൽ പോലീസിന് കൈമാറി. പ്രതികൾക്കെതിരെ അമ്പലവയൽ പോലീസ് കേസെടുത്തു. അമ്പലവയൽ ടൗണിൻ്റെ ബസ് സ്റ്റാൻഡിനടുത്ത് ഉപയോഗശൂന്യമായ പഴുത്ത് ഓവർ റൈപ്പിഡായിട്ടുള്ള ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടി വന്ന് നോക്കുമ്പോൾ പഴുത്ത് ചീഞ്ഞ മാങ്ങയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ ഇവർ ഇറക്കി അത് സാധനം കസ്റ്റഡിയിലിരിക്കും. അവർക്ക് ഫൈനടപ്പിച്ച് അവരെ സ്വന്തം ചെലവിൽ കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് ഉത്തരവ് നൽകിയിട്ടുണ്ട്. മേലാൽ അത്തരം സാധനങ്ങൾ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വിൽക്കരുതെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വയനാട് ന്യൂസ്, അമ്പലവയൽ. കർണാടക അതിർത്തിയായ പെരിക്കല്ലൂർ, മരക്കടവ്, കൊളവള്ളി എന്നീ പ്രദേശങ്ങളിലെ മദ്യക്കടത്തും കഞ്ചാവ് കടത്തും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും കൂടി വരുന്നു. പുൽപ്പള്ളി കേന്ദ്രീകരിച്ച് എക്സൈസ് റേഞ്ച് ഓഫീസ് ആരംഭിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. രാത്രികാലങ്ങളിൽ കബനി നദി കടത്തി കഞ്ചാവും സ്പിരിറ്റും ജില്ലയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രധാന റൂട്ടായി മാറിയിരിക്കുകയാണ് അതിർത്തി പ്രദേശങ്ങൾ. മച്ചൂർ ബൈരക്കുപ്പയിൽ നിന്ന് കബനി കടത്തി പുൽപ്പള്ളി മേഖലയിൽ കഞ്ചാവ് എത്തിക്കുന്നത് വ്യാപകമായിട്ടും എക്സൈസിനോ പോലീസിനോ അവരെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കബനി തീരത്ത് കൊണ്ടുവരുന്ന മദ്യവും കഞ്ചാവും പോലീസ് പലപ്പോഴും പിടികൂടുന്നുണ്ടെങ്കിലും കഞ്ചാവ് കടത്ത് നിലച്ചിട്ടില്ല. കബനി കേന്ദ്രീകരിച്ച് കള്ളുവാറ്റ് വർദ്ധിച്ചതോടെ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. വല്ലപ്പോഴും മാത്രം ബത്തേരിയിൽ നിന്നോ മീനങ്ങാടിയിൽ നിന്നോ എത്തുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഇവരെ പിടികൂടാൻ കഴിയാറില്ല. ചേക്കാടി, പെട്ടത്തൂർ, കൊളവള്ളി തുടങ്ങിയ പുഴയുടെ തീരങ്ങൾ വഴി വനത്തിലൂടെ ലഹരി വസ്തുക്കൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംഘങ്ങൾ സജീവമായിട്ടും ഇത്തരക്കാരെ പിടികൂടുന്നതിന് അധികാരികൾക്ക് കഴിയുന്നില്ല. പുൽപ്പള്ളിയിലോ മുള്ളൻകൊല്ലിയിലോ പുതിയ എക്സൈസ് റേഞ്ച് ഓഫീസ് ആരംഭിച്ചാൽ അനധികൃത ലഹരി കടത്ത് സംഘത്തെ പിടികൂടാനാകും. ഇത്തരക്കാരെ അമർച്ച ചെയ്യാൻ കഴിയും. അതിനാൽ പുതിയ റേഞ്ച് ഓഫീസ് ആരംഭിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ഒരേ പരിശോധനയ്ക്ക് ബത്തേരിയിലെ ലാബുകളിൽ നിന്നും ലഭിച്ചത് വ്യത്യസ്ത റിസൾട്ടുകൾ. ബത്തേരി, കുപ്പാടി സ്വദേശി കഴിഞ്ഞ ദിവസം ബത്തേരിയിലെ 2 പ്രമുഖ ലാബുകളിൽ ഒരേ പരിശോധനയ്ക്ക് വിധേയനായപ്പോഴാണ് റിസൾട്ടിൽ 100-ലധികം പോയിന്റുകൾ വരെ വ്യത്യാസം കണ്ടത്. ഇത്തരം റിസൾട്ടുകൾക്ക് മേലുള്ള ചികിത്സ അപകടമാകുമെന്നാണ് ആശങ്ക. കുപ്പാടി സ്വദേശിയായ ഗിരീഷ് കുമാർ എന്ന വ്യക്തി ഇക്കഴിഞ്ഞ 28, 29 തീയതികളിൽ ഒരേ പരിശോധന 2 ലാബുകളിൽ നടത്തിയപ്പോഴാണ് വ്യത്യസ്ത റിസൾട്ടുകൾ ലഭിച്ചത്. 28-ാം തീയതി രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി ബത്തേരി ചുങ്കത്തെ ഒരു ലാബിലെത്തി കൊളസ്ട്രോൾ, ട്രൈഗ്ലൈസൈഡസ് എന്നീ പരിശോധനകൾ നടത്തി. ഇതിൽ യഥാക്രമം 252, 405 എന്നിങ്ങനെയാണ് റിസൾട്ടുകൾ ലഭിച്ചത്. ഇതേ പരിശോധന തന്നെ 29-ന് രാവിലെ മറ്റൊരു ലാബിൽ നടത്തിയപ്പോൾ കൊളസ്ട്രോൾ 147-ഉം ട്രൈഗ്ലൈസൈഡസ് 296 എന്ന റിസൾട്ടുമാണ് ലഭിച്ചത്. 2 പരിശോധനാ റിസൾട്ടുകളും തമ്മിൽ ഏറെ വ്യത്യാസം കണ്ടത് ആശങ്കയ്ക്കിടയാക്കി. തുടർന്ന് ഇത് സംബന്ധിച്ച് ഇദ്ദേഹം വിദഗ്ധ ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ ഒരു കാരണവശാലും റിസൾട്ടുകളിൽ ഈ മാറ്റം വരില്ലെന്നാണ് പറഞ്ഞതത്രേ. ഈ സാഹചര്യത്തിൽ ഏത് റിസൾട്ട് ശരിയാണെന്ന് കണ്ടെത്തി ചികിത്സ നടത്തുമെന്നറിയാതെ രോഗികൾ ദുരിതത്തിലാവുകയാണ്. ഇതിന് പരിഹാരമായി ആരോഗ്യവകുപ്പ് ലാബുകളിൽ യഥാസമയങ്ങളിൽ പരിശോധന നടത്തി വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മനുഷ്യന്റെ ജീവനോടുള്ള ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനമോ രീതിയോ ഒന്നും ഇല്ലാതെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ലാബുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത ആളുകളെ വെച്ചിട്ട് ഈ പരിശോധനകളൊക്കെ നടത്തുകയും എന്നിട്ട് തോന്നിയതുപോലെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പരിശോധന പോലും നടത്താത്ത റിസൾട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടുകൾ ഓരോ ലാബുകളിൽ നിന്ന് വരുന്നത്.
ഇത് ഗുരുതരമായിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയാണത്. അപ്പം ആരോഗ്യവകുപ്പ് അധികൃതർ ഏറ്റവും കർശനമായിട്ട് ഇടപെടേണ്ട ഒരു മേഖലയാണ്. വയനാട് ന്യൂസ് ബത്തേരി. അടച്ചിട്ടിരിക്കുന്ന മൂപ്പനാട് കാടാശ്ശേരി സൺറൈസ് വാലി വിനോദസഞ്ചാര കേന്ദ്രം തുറക്കണമെന്ന ആവശ്യം ശക്തം. സുരക്ഷാ കാരണങ്ങളാൽ 3 വർഷം മുമ്പാണ് ഇവിടേക്ക് സഞ്ചാരികൾക്ക് വനംവകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഉദയവും അസ്തമയവും അതിന്റെ എല്ലാവിധ മനോഹാരിതയോടെയും ആസ്വദിക്കാൻ കഴിയുന്ന ഇടമാണ് കാടാശ്ശേരി സൺറൈസ് വാലി. ഇവിടത്തെ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ വിദൂര കാഴ്ചകൾ കാണാൻ കഴിയും. പ്രകൃതി സൗന്ദര്യം അതിന്റെ എല്ലാ മിഴിവോടെയും ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് കഴിയുമെന്നതിനാൽ വിദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും 100 കണക്കിന് സഞ്ചാരികൾ ഇവിടെ എത്തുക പതിവായിരുന്നു. ഇതിൽ നിന്ന് പ്രദേശവാസികളും ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് 3 വർഷമായി വനം വകുപ്പ് ഇവിടേക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുകയാണ്. വനം വകുപ്പിന്റെ ബഡേരി സെക്ഷന് കീഴിൽ വരുന്ന പ്രദേശമാണ് സൺറൈസ് വാലി. സഞ്ചാരികൾ പ്രവേശിക്കുന്നതിനെതിരെ സോളാർ വൈദ്യുതി ഘടിപ്പിച്ച വേലികൾ ചുറ്റും കെട്ടിയാണ് സൺറൈസ് വാലിയിലേക്കുള്ള പ്രവേശനം തടഞ്ഞുവെച്ചത്. ഇതോടെ സഞ്ചാരികൾ ഇവിടെ എത്താറില്ല. കേന്ദ്രം വീണ്ടും സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇത് തുറന്നു കിട്ടുകയാണെങ്കിൽ ഒന്നാമത് ഞങ്ങൾ ഈ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ജീവിക്കാൻ, ഒരുപാട് ആൾക്കാർക്ക്, ടാക്സിക്കാർക്ക് ജീവിക്കാം, ഈ വണ്ടിയുടെ ആൾക്കാർ ജീവിക്കാം. ഇപ്പോൾ ഈ റോഡ് സൈഡിൽ എത്ര ഒരു 10-30 വീടോളം ഈ റോഡ് സൈഡിൽ കൊണ്ട് എല്ലാവർക്കും ഒരു 4 ക്ലാസ് കത്തിച്ചാൽ മോരമുള്ള സർവ്വത്ത് എന്തെങ്കിലും വിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഇവിടെ ആൾക്കാർ ഇപ്പോഴും 100 കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ 2 സെക്യൂരിറ്റി ഗാർഡ്മാർ നിൽക്കുന്നുണ്ട് ഇവിടെ. അവർ നിന്നിട്ട് വരുന്ന ആൾക്കാരൊക്കെ അവർ തിരിച്ചു വിടുകയാണ്, ആരെയും കയറ്റുന്നില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതെങ്ങനെയാണ് തുറന്നു കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് വീട്ടുകാർക്ക് ജീവിക്കാം എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇവിടേക്ക് വഴിയില്ലെന്ന ഒരു കാരണവും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുകൂടെ വേണം സൺറൈസ് വാലിയിലെത്താൻ. എന്നാൽ വഴിവിട്ടു നൽകാൻ ഇവിടത്തുകാർ തയ്യാറാണെങ്കിലും വനം വകുപ്പ് തുറന്നു പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനം വകുപ്പിന്റെ തീരുമാനത്തെ ആശ്രയിച്ചാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഭാവി. വയനാട് ന്യൂസ്, മേപ്പാടി. ഒറ്റയാന്റെ താണ്ഡവത്തിൽ പുൽപ്പള്ളി, മരക്കടവ്, വരദൂർ പ്രദേശവാസികൾ ഭീതിയിൽ. കർണാടക വനത്തിൽ നിന്നും എത്തുന്ന ഒറ്റയാനാണ് ഒരാഴ്ചയായി പ്രദേശത്തെ തമ്പടിച്ചിരിക്കുന്നത്. ഇതോടെ പകൽ സമയങ്ങളിൽ കൃഷിയിടങ്ങളിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് കർഷകർ. പകൽ സമയങ്ങളിൽ പോലും കാട്ടാന കൃഷിയിടത്തിലെത്താൻ തുടങ്ങിയതോടെയാണ് ക്ഷീരകർഷകരാണ് ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കർണാടക വനത്തിൽ നിന്നും കബനിപ്പുഴ കടന്ന കൃഷിയിടത്തിലെത്തുന്ന ആനയെ ഭയന്ന പുല്ലരിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശത്തെ കർഷകർ. ഒരാഴ്ചയായി ഇറങ്ങുന്ന ആന വരവൂർ പാടത്തെ നിരവധി കർഷകരുടെ നെൽകൃഷി ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിച്ചു. ആനയെ തുരത്തുന്നതിന് രാത്രികാലങ്ങളിൽ കാവൽമാടം കെട്ടി കാവലിരിക്കുന്നുണ്ടെങ്കിലും അക്രമകാരിയായ ആനയെ ഭയന്ന പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പകൽ സമയത്തു പോലും ആന കൃഷിയിടത്തിലിറങ്ങാൻ തുടങ്ങിയതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നതുമില്ല. ശല്യക്കാരനായ ആനയെ തുരത്തണമെന്നാവശ്യപ്പെട്ട് കർഷകർ നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പുലർച്ചെ ക്ഷീരസംഘങ്ങളിൽ പാലളക്കാനും ദേവാലയത്തിലും സ്കൂളുകളിലും പോകുന്നവർക്കും ആനയെ ഭയന്ന പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ആന പതിവായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വനംവകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകനെ സന്ദർശിക്കാൻ പോലും വനംവകുപ്പ് അധികൃതർ തയ്യാറായിട്ടില്ല. ശല്യക്കാരനായ ആനയെ തുരത്തണമെന്നാവശ്യപ്പെട്ട പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. നഗരസഭയിലെ കല്ലുമുറ്റംകുന്ന് ഡിവിഷനിലെ കുടുംബശ്രീ അംഗമായ ബിൻസിയോട് അപമര്യാദയായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്ത CDS ചെയർപേഴ്സണെതിരെ നിയമ നടപടി സ്വീകരിക്കുക, ചെയർപേഴ്സൺ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാനന്തവാടി CDS ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ പരിപാടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി VK സുലോചന ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശാരദാ സജീവൻ അധ്യക്ഷയായിരുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രതിഭ ശശി, VP ഗിരിജ, ശോഭാരാജൻ, ലില്ലി കുര്യൻ, സീമന്തിനി സുരേഷ് എന്നിവർ സംസാരിച്ചു. മേപ്പാടി ചൂരൽമല നീലക്കാപ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് ജനങ്ങൾക്ക് പ്രയോജനമില്ലാതെ കാടുമൂടി നശിക്കുന്നു. സാമൂഹ്യവിരുദ്ധരും മദ്യപന്മാരും മാത്രമാണ് ഇപ്പോൾ ബസ് സ്റ്റോപ്പിന്റെ ഗുണഭോക്താക്കൾ. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സ്ഥലത്ത് പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. 10 വർഷം മുമ്പ് ഗ്രാമപഞ്ചായത്ത് തനതു ഫണ്ട് ഉപയോഗിച്ച് നീലക്കാപ്പിൽ നിർമ്മിച്ച ബസ് സ്റ്റോപ്പാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാതെ കാടുപിടിച്ച് നശിക്കുന്നത്. യാത്രക്കാർക്ക് ഉപകാരപ്പെടാത്തയിടത്ത് നിർമ്മിച്ചതാണ് ബസ് സ്റ്റോപ്പ് ഉപയോഗശൂന്യമാകാൻ കാരണം. ഈ കാരണത്താൽ തന്നെ മഴയും വെയിലും കൊണ്ട് റോഡരികിൽ വാഹനം കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ ഇത് ഉപയോഗിക്കാതായതോടെ മദ്യപന്മാരും സാമൂഹ്യവിരുദ്ധരും കൈയടക്കിയിരിക്കുകയാണ് ബസ് വെയിറ്റിംഗ് ഷെഡ്. യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കാനും ബസ് നിർത്താനും പറ്റിയ സ്ഥലത്തല്ല ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ ബസ് സ്റ്റോപ്പ് 10 വർഷമായി ഇങ്ങനെ നിൽക്കുന്നത്. ബസ്സിലൊക്കെ പോകാനുള്ള ആൾക്കാരൊക്കെ ഇവിടെയാണ് മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. യാതൊരു ഉപകാരമില്ലാതെയാണ് ആ ബസ് സ്റ്റോപ്പ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അതിനെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ കാലങ്ങളായി അവിടെ ഉണ്ട്. പക്ഷേ യാതൊരു ഉപകാരവുമില്ല. ബസ്സെല്ലാം ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇത്രയും പെട്ടെന്ന് അതൊന്നും പൂർത്തി പണിത് തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ കാരണത്താൽ ഇതിന് മുടക്കിയ പണവും പാഴായിരിക്കുകയാണ്.
ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സ്ഥലത്ത് പുതിയ ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. വയനാട് ന്യൂസ്, മേപ്പാടി. 23 വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി വി.ജി. കുഞ്ഞന് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വക യാത്രയയപ്പ് നൽകി. ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണ യോഗം ഉദ്ഘാടനം ചെയ്തു. സേവനത്തിന്റെ ഉദാത്ത മാതൃകയാണ് കുഞ്ഞനെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. 1995 തിരുവനന്തപുരം ട്രെയിനിംഗ് കോളേജിൽ പരിശീലനത്തിന് ശേഷം 1997 മെയ്യിലാണ് പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി സർവീസിൽ പ്രവേശിച്ചത്. 2014 നവംബർ 19 വി.ജി. കുഞ്ഞൻ ജില്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയായി ചാർജ് എടുക്കുന്നത്. ഡിവൈഎസ്പി എന്ന നിലയിൽ മാതൃകാ പ്രവർത്തനമാണ് കുഞ്ഞൻ കാഴ്ചവെച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ വീണ പറഞ്ഞു. ഫ്യൂച്ചറിൽ തന്നെ കോളേജിലെ മാഷുകളുണ്ട്, അതൊരു പ്രശ്നമില്ലാത്ത നമ്മളെ ക്ലാസ്സുകളുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് സജീവ് വിൽ യൂട്ടിലൈസ് ദ സർവീസ് ഓഫ്. യാത്രയയപ്പ് ചടങ്ങിന് മിഴിവേകി സ്പെഷ്യൽ ബ്രാഞ്ചിലെ തന്നെ അംഗം ബഷീറിന്റെ കവിതയും. നന്മകൾ തുനിറം എടുന്നൊരു കാലമെന്നും നീ തിന്മകൾ തുനിറച്ചു വന്ന ചന്തമെന്നും മിന്നുന്നു പലരെങ്കിലും അവ പൊന്നല്ലെന്നും നീ മിന്നുന്നു പലരെങ്കിലും അവ പൊന്നല്ലെന്നും നീ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിവൈഎസ്പി ടി.എൻ. സജീവ് അധ്യക്ഷത വഹിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ, കൽപ്പറ്റ ഡിവൈഎസ്പി കെ മുഹമ്മദ് ഷാഫി, നാർക്കോട്ടിക് ഡിവൈഎസ്പി ഹരിഹരൻ, SMS ഡിവൈഎസ്പി കുബേരൻ നമ്പൂതിരി, SSB ഡിവൈഎസ്പി വിജയൻ, സ്പെഷ്യൽ ബ്രാഞ്ച് SI ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ ജില്ലയിൽ പരിശോധന നടത്തി. കൽപ്പറ്റ കോടതി പരിസരത്ത് ജില്ലാ ജഡ്ജി ഡോക്ടർ വി. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ PHCയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ജൂൺ അവസാന വാരം 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം സംസ്ഥാനത്തൊട്ടുക്കും ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആശുപത്രികൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ ശുചീകരണം നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയാണ് ഇന്ന് നടന്നത്. പരിശോധനയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ശുചീകരണം നടന്നിട്ടുണ്ടെന്നും ചില സ്ഥലങ്ങളിൽ മോശപ്പെട്ട അവസ്ഥ കണ്ടിരുന്നുവെന്നും അത്തരം സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയതായി മാനന്തവാടിയിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ പെരന്നൂർ PHC മെഡിക്കൽ ഓഫീസർ പ്രിയ സദാനന്ദൻ പറഞ്ഞു. തന്നെ നമ്മൾ കുറേ സ്ഥാപനങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു കഴിഞ്ഞു. മിക്കവാറും ഇടങ്ങളിലൊക്കെ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ശുചീകരണം നടന്നിട്ടുണ്ട്. പിന്നെ ചില പോരായ്മകൾ കണ്ടെത്തിയിട്ടുണ്ട്, അതവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ നോട്ടീസ് കൊടുക്കുകയും അത് വീണ്ടും അത് ശരിയായോ എന്നുള്ള ഒരു അസസ്മെന്റ് കൂടി നടക്കും. ഇവിടെ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ക്യാമ്പയിനുകൾ അത്യാവശ്യമാണ്. വയനാട് ന്യൂസ്, മാനന്തവാടി. പുൽപ്പള്ളി ടൗണിലെ പല ഭാഗങ്ങളിലും റോഡുകൾ വെട്ടിപ്പൊളിച്ച് കേബിൾ ഇടുന്നതിന് കുഴിച്ച കുഴികൾ പൊതുമരാമത്ത് വകുപ്പ് റീടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ തയ്യാറാകണമെന്ന് ആവശ്യം ഉയരുന്നു. ടൗണിലെ അനശ്വര ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. വാഹനം കടന്നുപോകുമ്പോൾ കാൽനടയാത്രക്കാരുടെ മേൽ വെള്ളം തെറിക്കുന്നതും ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവാണ്. പോലീസ് സ്റ്റേഷൻ റോഡിലും അനശ്വര മാനന്തവാടി റോഡിലെ അനശ്വര ജംഗ്ഷനിലും വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിൽ പൈപ്പിടുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി വാങ്ങി പഞ്ചായത്ത് റോഡ് റീടാർ ചെയ്യുന്നതിന് പണം അടച്ചുവെങ്കിലും റോഡ് ടാർ ചെയ്യാൻ അധികൃതർ തയ്യാറായില്ല. ഇതുമൂലം വ്യാപാരികളും യാത്രക്കാരുമാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. ബത്തേരി പെരിക്കല്ലൂർ റൂട്ടിലെ താഴെയങ്ങാടി മുതൽ ടെലിഫോൺ എക്സ്ചേഞ്ച് റോഡിലും വെള്ളം കെട്ടിക്കിടക്കുന്നത് അപകടത്തിന് കാരണമാകുന്നു. അനശ്വര ജംഗ്ഷനിലാണ് റോഡിന്റെ 3 ഭാഗങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് കുഴികൾ അടച്ച് റോഡ് ടാർ ചെയ്യണമെന്നാണ് വ്യാപാരികളടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. പുൽപ്പള്ളി പഞ്ചായത്തിന്റെ ജലനിധി പദ്ധതിയായിട്ട് റോഡിന്റെ നടുക്ക് കുഴിച്ച് ആ കുഴി ആണ് ഇപ്പോൾ ഈ ജംഗ്ഷനിൽ ഈ കാണുന്ന കുഴികൾ. ഇവിടെ ഒട്ടേറെ 2 വീലറുകാർ വന്ന് ഈ കുഴിയിൽ വീണ് ഒത്തിരി അപകടങ്ങൾ ഇപ്പോൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കുഴികൾ മൂടാനോ ഈ കുഴികൾ മൂടി വാഹനങ്ങൾ ഡെയിലി വന്ന് ഇതിൽ വീണ് ആളുകൾക്ക് പരിക്ക് പറ്റുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ കുഴികൾ എത്രയും പെട്ടെന്ന് അടച്ച് ആളുകളുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ PWD ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് പോകും. വയനാട് ന്യൂസ്, പുൽപ്പള്ളി.
കാരാപ്പുഴയിലെ പുഴ മത്സ്യത്തിന് ആവശ്യക്കാരായിരുന്നു. കോഴിക്കോട് കടപ്പുറത്തു നിന്നുള്ളവരും അതിർത്തി സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവരും മത്സ്യത്തിനായി നെല്ലാറയിൽ എത്തുന്നുണ്ട്. മഴക്കുറവ് കാരണം മത്സ്യവിപണി കുറഞ്ഞിടത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം നെല്ലാർച്ചാലിലെ മത്സ്യവ്യാപാരത്തിന് പുത്തനുണർവേകുകയാണ്. മഴകാലത്തോടെ പുഴമത്സ്യ ചാകരക്കാലമായി കാരാപ്പുഴ അണക്കെട്ട് മാറി. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതോടെ ആവശ്യത്തിന് മത്സ്യത്തിന്റെ ലഭ്യത കുറഞ്ഞത് പുഴമത്സ്യത്തിന് ആവശ്യക്കാരെ ഏറ്റുകയുമാണ്. കോഴിക്കോട്, കൊടുവള്ളി, താമരശ്ശേരി, തമിഴ്നാട്ടിലെ എരുമാട്, ചേരമ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ചുണ്ടൽ, മുട്ടിൽ, മാണ്ടാട്, കമ്പളക്കാട്, ബത്തേരി, കൽപ്പറ്റ, വടുവഞ്ചാൽ, അമ്പലവയൽ, മേപ്പാടി തുടങ്ങിയ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് ആളുകളാണ് പുഴമീൻ വാങ്ങുന്നതിനായി നെല്ലാറയിൽ എത്തുന്നത്. ആദിവാസികൾക്കായി 2013 ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സൊസൈറ്റിയുടെ പേരിലാണ് മീൻപിടുത്തവും വ്യാപാരവും. 83 അംഗങ്ങളടങ്ങിയ കമ്മിറ്റിയിൽ പകുതിയോളം ആളുകൾ മാത്രമാണ് മത്സ്യബന്ധനത്തിന് തയ്യാറായി നിൽക്കുന്നത്. അണക്കെട്ടിൽ ഫിലോപ്പിയ, കട്ല, രോഹു, ബ്രാൽ, ചെമ്പല്ലി, ആഫ്രിക്കൻ മുഷി, ആരൽ, പരൽ തുടങ്ങിയ വിവിധ മീനുകളാണ് മഴ വന്നതോടെ മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങി കരക്കെത്തുന്നത്. 80 രൂപ മുതൽ 250 രൂപ വരെയാണ് നെല്ലാറച്ചാലിൽ പുഴമത്സ്യത്തിന് വില. കാരാപ്പുഴയിലെ മത്സ്യത്തിന്റെ രുചിയറിഞ്ഞ കോഴിക്കോട് കടപ്പുറത്തുകാർ വരെ ദിവസവും മത്സ്യത്തിനായി ഇവിടെ എത്തുന്നുണ്ട്. ഇവിടുത്തെ ഈ വയനാട്ടിലെ ഈ മീനിന്റെ രുചി നല്ല രുചിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോകാന്നുള്ളതിൽ വന്നത്. സൊസൈറ്റിയിൽ മീനൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ട് വിൽക്കുന്നുണ്ട്. മീനൊക്കെ സൊസൈറ്റിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. എപ്പോഴാണ് പിടിക്കാൻ പോകുന്നത്? നമ്മൾ ഒരു വൈകുന്നേരത്തെ കൊണ്ട് വല കൊണ്ടിടുന്നുണ്ട്. പിന്നെ രാവിലെ 5 മണിക്ക് പോയിട്ട് വലനായിട്ട് മീൻ കൊണ്ട് സൊസൈറ്റിയിൽ. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് മാനന്തവാടി അമൃത വിദ്യാലയം നടത്തിയ ദിനാചരണം വ്യത്യസ്തത പുലർത്തി. കുട്ടികൾ ഡോക്ടർമാരായ രോഗികളെ പരിശോധിച്ചു. ഡോക്ടർമാരെ ആദരിച്ചും മെഴുകുതിരികൾ കത്തിച്ചുമാണ് ഡോക്ടേഴ്സ് ദിനം ആചരിച്ചത്. ഡോക്ടർമാരായ ടി.വി. രവീന്ദ്രൻ, ടി.പി. സുരേഷ്, എം.എസ്. ബീന, അഖില, ശ്രീദേവി ബോസ്, മഞ്ജുഷ ശ്യാം തുടങ്ങിയ ഡോക്ടർമാരെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ശാലിനി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ജില്ലയിൽ നെൽകൃഷി സംരക്ഷിക്കാൻ ഒറ്റയാൾ പോരാട്ടം. പനമരം വിളമ്പുകണ്ടം പുൽത്തണമേലെ പ്രഭാകരൻ ആണ് നെൽകൃഷി സംരക്ഷണത്തിനായി കാൽനടയായി പ്ലക്കാർഡുമായി സഞ്ചരിച്ച് ജില്ലയിലുടനീളം നെൽകൃഷി സംരക്ഷണ സന്ദേശയാത്ര നടത്തുന്നത്. ജില്ലയിൽ നിന്ന് അനുഭവിക്കുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഇത്തരമൊരു സന്ദേശയാത്ര നടത്താൻ പ്രഭാകരനെ പ്രേരിപ്പിച്ചത്. മുൻപ് 2 തവണ പ്രഭാകരന്റെ വീട്ടിൽ കിണർ കുഴിച്ചിരുന്നു. എന്നാൽ വെള്ളം ലഭിച്ചില്ല. ഇതോടെ ജലസംരക്ഷണത്തിനായി പ്രഭാകരൻ ഇറങ്ങുകയായിരുന്നു. നെൽകൃഷി നിന്നതോടെയാണ് ജില്ലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടാൻ കാരണം. നെൽകൃഷിയെ സംരക്ഷിക്കുക വഴി മഴവെള്ള സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന സന്ദേശമെഴുതിയ പ്ലക്കാർഡും പിടിച്ച ഇന്ന് കൽപ്പറ്റയിൽ നിന്നും കാൽനടയായി സഞ്ചരിച്ചാണ് പ്രഭാകരൻ നെൽകൃഷി സംരക്ഷണ സന്ദേശയാത്ര നടത്തുന്നത്. യാത്ര ഇന്ന് മുത്തങ്ങയിൽ അവസാനിക്കും. നാളെ മാനന്തവാടിയിൽ നിന്നും യാത്ര ആരംഭിക്കും. ജില്ലയിലുടനീളം സഞ്ചരിച്ച നെൽകൃഷി ബോധവൽക്കരണത്തിലൂടെ നെൽകൃഷിയെ ജില്ലയിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാനും ഇതിലൂടെ ജില്ല നേരിടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രഭാകരന്റെ പ്രതീക്ഷ. അല്ല ഒരു 15 ദിവസം ഒന്നന്നെ കുടിക്കുക. അതേ കുടിച്ചു. മണ്ണിലേക്കാളെ കൂട്ടി 5-8 രൂപയുണ്ട്. ഒരു വെള്ളം കണ്ടില്ല. ഇതേപ്പത്ത് വേറൊരു കണ്ടു. അതെന്ന് വെച്ചാൽ ഇപ്പം ഒരു 1.25 വർഷം അതിന് വെള്ളം വെള്ളം കണ്ടു. ഇപ്പൊ വെള്ളം ഇവിടെ കുടിക്കും. ഈ വെള്ളത്തിന്റെ രൂക്ഷത മനസ്സിലാക്കിയിട്ടാണ്. അതെ, വെള്ളത്തിന്റെ രൂക്ഷത എന്റെ മാത്രമല്ല മൊത്തം വയനാട് ന്യൂസ്, ബത്തേരി. പുൽപ്പള്ളി ടൗണിലെ തകർന്ന റോഡുകൾ അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ടൗണിലെ അനശ്വര ജംഗ്ഷനിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. സമരത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു തോട്ടത്തിൽ, ജെയ്സൺ, ഒയാർ പ്രമോദ്, സജി പാറയ്ക്കൽ, ജേക്കബ് കേച്ചേരി, കൃഷ്ണനുണ്ണി, ജോസഫ് കുര്യൻ, അഖിൽ എൽദോസ്, പൗലോസ് കുര്യൻ എന്നിവർ നേതൃത്വം നൽകി. പുൽപ്പള്ളി മണ്ഡലത്തിലെ സകലമാന റോഡുകളും കുത്തിപ്പൊളിച്ച് കുളമാക്കിയിട്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ അത് ടാർ ചെയ്യുവാനോ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുവാനോ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇത് മോണിറ്റർ ചെയ്യുന്ന പഞ്ചായത്ത് കമ്മിറ്റി ഇതിൽ ഭയങ്കര അലംഭാവം കാണിക്കുകയാണ്. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് അനശ്വര ജംഗ്ഷനിൽ വാഴ നട്ട് നമ്മൾ പ്രതിഷേധം അറിയിക്കുകയാണ്. ഇത് ഉൾ റോഡുകളിലെല്ലാം ഇതിനേക്കാളും കഷ്ടമായ രീതിയിലാണ് ഇന്ന് ജലനിധിക്കാർ ടാർ ചെയ്തിരിക്കുന്നത്, കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇത് ഒരു ബാധ്യതയായിക്കൊണ്ടിരിക്കുകയാണ്. ബത്തേരിയിലെ ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് നഗരസഭാ ഭരണസമിതി നടത്തുന്ന വികസന മുന്നേറ്റം കണ്ട് വിരളി പൂണ്ടവരാണെന്ന് നഗരസഭാ ചെയർമാൻ CK സഹദേവൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിർമ്മാണത്തിലിരിക്കുന്ന ഡ്രൈനേജിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞത് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ വാഹനം ചെളിയിൽ താണുപോവുകയും ഇത് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പാർശ്വഭിത്തിക്ക് വിള്ളൽ സംഭവിക്കുകയും ചെയ്തത്. ഈ ഭാഗം പൊളിച്ചുമാറ്റി കരാറുകാരന്റെ സ്വന്തം ചെലവിൽ നിർമ്മിക്കാൻ നഗരസഭ നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത്. ഇതിൽ ക്രമക്കേടോ അഴിമതിയോ ഇല്ലെന്നും ഇതിൽ ഏതുവിധത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ കൗൺസിലർമാരുടെ
അധികൃതരുടെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജിഷ ഷാജി, സ്ഥിരം സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി.എൽ. സാബു, ബാബു അബ്ദുറഹ്മാൻ, എൽ.സി. പൗലോസ്, പി.കെ. സുമതി തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കുറച്ച് മാസത്തോടെ ഈ ട്രാക്കിലുള്ള മുഴുവൻ ഭാഗവും നഗരസഭ തന്നെ കർശനമായ നിർദ്ദേശം കൊടുത്ത് നീക്കം ചെയ്ത് പുതിയ ഡ്രൈനേജിൻ്റെ പ്രൊട്ടക്ഷൻ കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ സുമാർ 1.5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് സ്വന്തം ചെലവിൽ നിർമ്മിക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുത്ത് നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ്. അതിനകത്ത് എന്ത് തരത്തിൽ അഴിമതി നടക്കണമെങ്കിൽ പണത്തിന് ബില്ല് കൊടുക്കണ്ടേ? പണി കഴിഞ്ഞില്ല, ബില്ല് ചെയ്തിട്ടില്ല. അഴിമതിയുടെ യാതൊരു സാധ്യതയും നിലനിൽക്കുന്നില്ല. അവിടെയാണ് ഭരണസമിതി അഴിമതി എന്ന രൂപത്തിലാണ് ഇന്നലെ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം. മേപ്പാടി വടുവഞ്ചാൽ റൂട്ടിൽ പാടിവയലിനും വട്ടത്തുവയലിനും ഇടയിലായി റോഡരികിൽ നിൽക്കുന്ന ചോലമരങ്ങൾ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്നതായി പരാതി. മരങ്ങൾ ഇടയ്ക്കിടെ കടപുഴകി റോഡിൽ വീഴുന്നത് ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നു. പാടിവയലിനും വട്ടത്തുവയലിനുമിടയിൽ റോഡിന് ഇരുവശത്തും വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന പയ്യാനി എന്ന് വിളിക്കുന്ന ചോലമരങ്ങളാണ് ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്നത്. മഴ പെയ്ത് മണ്ണ് കുതിർന്നതോടെ ചെറിയ കാറ്റിൽ പോലും ഇവ പൊട്ടിവീഴുകയും കടപുഴകി വീഴുകയും ചെയ്യുന്നത് പതിവാണ്. ഇതുമൂലം ഗതാഗത തടസ്സങ്ങളും ഉണ്ടാകുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശക്തമായ മഴയിൽ ഒരേ സമയം 2 മരങ്ങൾ കടപുഴകി റോഡിൽ വീണത് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിന് കാരണമായി. പിന്നീട് കൽപ്പറ്റയിൽ നിന്നും ഫയർഫോഴ്സ് വന്നാണ് മരം മുറിച്ച് നീക്കി ഗതാഗതം പുനരാരംഭിച്ചത്. ചില സമയങ്ങളിൽ മരങ്ങളിൽ നല്ല ഭംഗിയുള്ള ചുവന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നവയാണെങ്കിലും അപകടം ക്ഷണിച്ചു വരുത്തുന്നവയാണെന്നും നാട്ടുകാർ പറയുന്നു. പിന്നെ അപകട വീഴ്ചയാണ്, വളവുമാണ്. പിന്നെ പൂമരമുണ്ട്, പാമ്പട്ടിയുണ്ട്, 2 കാറ്റാണ്. അതിൻ്റെ ഒരു വളവുമാണ്, ഭയങ്കര അപകടമാണ്. അത് മുറിച്ച് മാറ്റിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെ സംഭവിക്കുന്നത്. ഏറെ വാഹനത്തിരക്കുള്ള അന്തർസംസ്ഥാന പാതയായിട്ട് പോലും വേണ്ട സമയത്ത് മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റി സുരക്ഷയൊരുക്കുന്ന കാര്യത്തിൽ ഹൈവേ വിഭാഗം മെനക്കെടുന്നില്ലെന്നതാണ് ആക്ഷേപമുയരുന്നത്. വയനാട് ന്യൂസ്, മേപ്പാടി. അമ്പലവയൽ പഞ്ചായത്ത് 6-ാം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികാസ് കോളനിയിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തി. പഞ്ചായത്ത് അംഗം കെ ഷമീർ ഉദ്ഘാടനം ചെയ്തു. കെ മുജീബ്, ജെസി ജോർജ്, കെ മുഹമ്മദ് അലി, MP ഷിജു, കെ റഷീദ്, ജലജ, ശാന്താരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തന്നെ നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് ആളുകൾ മൊത്തം ഈ മതിലിൻ്റെ പുറത്തേക്ക് കൊടുത്ത് വേസ്റ്റ് ഇടുകയാണ്. അതുകൊണ്ട് നമ്മളിവിടെ നന്നാക്കി പിന്നെ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലക്ക് നമ്മുടെ വാർഡിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മളിന്ന് ക്ലീനിങ് നടത്തും. ഭാവിയിൽ ഇതൊരു തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണം. അത് പങ്കെടുക്കാൻ വേണ്ടി എത്തിയ കുടുംബശ്രീ അംഗങ്ങൾ, വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി മെമ്പർമാർ, മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം പരിപാടിയിലേക്ക്. ചീയമ്പം, അമരക്കുനി പ്രദേശങ്ങളിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം. ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലിറങ്ങി വ്യാപക നാശനഷ്ടം വരുത്തുന്നതിന് പുറമെ മനുഷ്യജീവനും ഭീഷണിയാവുന്ന സാഹചര്യത്തിലാണ് ആവശ്യം ശക്തമായിരിക്കുന്നത്. ചീയമ്പം, 73, ചെട്ടിപ്പാമ്പ്ര, അമരക്കുനി പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ്. ആന, മാൻ, കുരങ്ങ്, പന്നി എന്നിവയുൾപ്പെടെ മൃഗങ്ങൾ കൃഷിയിടത്തിലിറങ്ങി കുരുമുളക്, തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്നു. ആനശല്യത്തിന് പുറമെ മാൻ, കുരങ്ങ് എന്നിവയുടെ ശല്യം മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുരങ്ങുകളെ കൂടുവെച്ച് പിടിക്കാമെന്നും വനാതിർത്തികളിൽ കമ്പിവേലി സ്ഥാപിക്കാമെന്നും വനം വകുപ്പ് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും നടപടിയുണ്ടായിട്ടില്ല. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുത്താൻ അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കേരള പോലീസ് അസോസിയേഷൻ 34ാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ബത്തേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. നൈക്കട്ടിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ ബത്തേരി നഗരസഭാ ചെയർമാൻ CK സഹദേവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. KPA സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫ്, CI MD സുനിൽ, SI ബിജു ആന്റണി, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സതീഷ് കുമാർ, പ്രസിഡന്റ് ശശി, ജനമൈത്രി CRO അബ്ദുൽ സലാം, ജനമൈത്രി അംഗം പ്രഭാകരൻ നായർ തുടങ്ങിയവർ പങ്കാളികളായി. മിനി മാരത്തോൺ ബത്തേരിയിൽ സമാപിച്ചു. ചൂരൽമല അട്ടമല റോഡ് വാഹനഗതാഗതം ദുഷ്കരമാണെന്ന് പരാതി. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ടാക്സി വാഹനങ്ങൾ വിളിച്ചാൽ എത്താറില്ലെന്ന് നാട്ടുകാർ. റീടാറിംഗ് പ്രവൃത്തികൾ ടെൻഡർ വിളിച്ച് കരാറുകാരന് നൽകിയെങ്കിലും പ്രവൃത്തി തുടങ്ങാൻ കാലതാമസം വരുത്തുന്നതെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. ചൂരൽമലയിൽ നിന്ന് എസ്റ്റേറ്റിലൂടെ അട്ടമലയിലെത്തുന്നതാണ് ഈ 2 കിലോമീറ്റർ റോഡ്. നൂറുകണക്കിന് തോട്ടം തൊഴിലാളി കുടുംബങ്ങളും മറ്റു പ്രദേശവാസികളും ഏറെ ആശ്രയിച്ചു വരുന്ന റോഡാണിത്. റോഡ് തകർന്ന് കുണ്ടും കുഴികളുമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. റോഡ് ഏറ്റെടുക്കാൻ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മാസങ്ങൾക്ക് മുമ്പ് ടാർ, മെറ്റൽ, മണൽ തുടങ്ങിയ വസ്തുക്കൾ ഇവിടെ എത്തിച്ചെങ്കിലും പ്രവൃത്തികൾ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. ടാറും മെറ്റലും മണലും ഉൾപ്പെടെയുള്ള മെറ്റീരിയൽ ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് മോശമായതിനാൽ അട്ടമലയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അതിൽ നിന്നും പിന്മാറി സർവീസ് തുടരുന്നു. എന്നാൽ സർവീസ് ദുഷ്കരം തന്നെയാണെന്ന നിലപാടിലാണ് അധികൃതരും. തങ്ങളുടെ ഏക ആശ്രയമായ റോഡ് അടിയന്തരമായി നന്നാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.
കുറേ കാലങ്ങളായി ഞങ്ങൾ ഈ റോഡ് ഇങ്ങനെ കിടക്കുന്ന ഞങ്ങൾ അധികൃതരോട് കുറേ പരാതികളും കാര്യങ്ങളും പറഞ്ഞ് പക്ഷേ ഇതിന് നടപടികളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്താക്കി കുറച്ച് മെറ്റൽ ഇവിടെ കൂടുന്ന ഇറക്കിയിട്ടുണ്ട്. മഴ ആയെന്നുള്ളതാണ് അതിൻ്റെ പണി നിർത്തി. ഇവിടെ കുറേ രോഗികൾ അതുപോലെ ഗർഭിണിയായ പെണ്ണുങ്ങളൊക്കെ ഈ റോഡിലേക്ക് കൂടെ വേണം കൊണ്ടുപോയി ബസ് നിർത്താന്നുള്ള അഭിപ്രായത്തിലാണ് നിന്നത്. പിന്നെ എല്ലാവരും കൂടി അവിടെ പോയി ഗാരേജിൽ പോയി കരഞ്ഞ് കാൽ പിടിച്ചോണ്ട് ഇപ്പോൾ ബസ് ഇവിടെ ഓടുന്നത്. കുറേ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ റോഡല്ലാണ്ട് വേറെ ആശ്രയം ഇവർക്ക് ഒന്നുമില്ല. ഇതിലെ തന്നെ മൊത്തം ജനങ്ങൾക്കും പോകേണ്ടത് സ്കൂൾ കുട്ടികൾ അതുപോലെ ഗർഭിണിയായ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ അവരൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ അങ്ങോട്ട് വരില്ല. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ 15 രൂപ കൊടുക്കേണ്ടത് ഇപ്പോൾ 30 രൂപ 40 രൂപ ഓട്ടോ കൂലി കൊടുക്കണം. എന്നാൽ തന്നെ ഓട്ടോറിക്ഷക്കാരന് വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അത്ര മെയിൻ്റനൻസ് വർക്ക് വരും ഈ റോഡിലേക്ക് ഓടിക്കഴിഞ്ഞാൽ. വയനാട് ന്യൂസ്, മേപ്പാടി. പ്രധാന വാർത്തകൾ വീണ്ടും. LDF സർക്കാരിന്റെ മദ്യനയം, ജില്ലയിൽ നാളെ 3 ബാറുകൾ തുറക്കും. പ്രവർത്തനം ആരംഭിക്കുന്നത് മാനന്തവാടി ബ്രഹ്മഗിരിയും കൽപ്പറ്റ ഹരിതഗിരിയും വൈത്തിരി വില്ലേജ് റിസോർട്ടിലെ 5 സ്റ്റാറും. വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും തടം കെട്ടി പുൽപ്പള്ളി കടമാൻതോട് പദ്ധതി. ജനങ്ങളെ ആശങ്കയിലാക്കുന്ന നടപടിയിൽ നിന്നും ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളും പിന്മാറണമെന്ന് ആവശ്യം. കടമാൻതോട് പദ്ധതി കോൺഗ്രസിന് മേൽ പഴിചാരുന്നത് CPM-നുണ്ടായ ജാള്യത മറയ്ക്കാനാണെന്ന് കോൺഗ്രസ് നേതാവ് KL പൗലോസ്. പഴകിയ മാമ്പഴം വിൽപ്പന നടത്തിയ വാഹനവും മാമ്പഴവും ആരോഗ്യവകുപ്പ് അധികൃതർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സംഭവം അമ്പലവയലിൽ ഇന്ന് ഉച്ചയോടെ. കബനി വഴി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് വ്യാപകം. അതിർത്തി കേന്ദ്രീകരിച്ച് കള്ളവാറ്റ് സംഘങ്ങളും ശക്തം. പുൽപ്പള്ളി കേന്ദ്രീകരിച്ച് എക്സൈസ് റേഞ്ച് ഓഫീസ് ആരംഭിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ഒരേ പരിശോധനയ്ക്ക് ലാബുകളിൽ നിന്നും ലഭിച്ചത് വ്യത്യസ്ത റിസൾട്ടുകൾ. പരിശോധനയ്ക്ക് എത്തുന്ന രോഗികൾ ആശങ്കയിൽ. ആരോഗ്യവകുപ്പ് അധികൃതർ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സഞ്ചാരികൾക്ക് 3 വർഷം മുമ്പ് വനം വകുപ്പ് വിലക്കേർപ്പെടുത്തിയ സൺറൈസ് വാലി തുറക്കണമെന്ന ആവശ്യം ശക്തം. ജില്ലയ്ക്ക് വികസന കുതിപ്പേക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രം അടച്ചിടുന്നതിനെതിരെ പ്രതിഷേധവും ഉയരുന്നു. ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.